ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുക്കളത്തോട്ടം നിങ്ങളെല്ലാവരും കണ്ടതാവും. കാരണം അന്ന് പുല്ലൊക്കെ പറിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അതേപോലെ വൃത്തിയായിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ അടുക്കളത്തോട്ടം കൊണ്ട് നടക്കൽ. പിന്നെ ഇവിടെ നല്ല പശമുള്ള മണ്ണുണ്ടെന്ന് പെട്ടെന്ന് പുല്ല് വരും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പുല്ല് പറിച്ചിട്ടൊക്കെ നോക്കണം. അങ്ങനെയും വൃത്തിയായിട്ടാണ് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സിമ്പിളായി ടേസ്റ്റി ആയിട്ടൊരു പടുകൂട്ടാൻ വയ്ക്കുക. നമ്മുടെ തൊടിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു പടുകൂട്ടാൻ ഉണ്ടാക്കാനുള്ളൊരു വ്ളോഗും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓൾറെഡി ഉള്ള എൻ്റെ അടുക്കളത്തോട്ടം ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. കറിവേപ്പില കൂട്ട ഇവിടെ ഉണ്ട്. അപ്പോൾ അടുക്കളത്തോട്ടം കാണാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാനിതാ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ പുല്ല് പറിക്കുന്നതും വൃത്തിയാക്കുന്നതൊക്കെ. അപ്പോൾ ഗൈസ് ഇതൊക്കെ കണ്ടോ, അതെന്നും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോഴാണ് റിസ്ക്. കാരണം 1-2 ദിവസം ഇങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ നല്ല പുല്ല് മുളയ്ക്കും. അപ്പോൾ ഗൈസ് ഈ നീലപ്പൂവ് കണ്ട, ഇത് ഞങ്ങളെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് കിച്ചു കൊടുന്ന് നട്ടതാണ്. കണ്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ വാങ്ങണ തൈകളൊക്കെ ഒന്ന് ഇവിടെ നടാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ ഗൈസ് ഒന്നാമത് ഇപ്പോൾ ഞാനിവിടെ വാങ്ങണ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ കണ്ടോ, ഈ പേരയ്ക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവോ. വളരാൻ കുറച്ച് സ്ഥലം വേണ്ടേ. അപ്പോൾ ഗൈസ് ഇത്രയും ഇതാ കണ്ട വൃത്തിയായിട്ടാണ് ഞാൻ നോക്കണത്. പിന്നെ പുല്ല് വരുമ്പോൾ, അപ്പോൾ ഇത് ഒരു 3-4 ദിവസം കൊണ്ട് ആയിട്ട് ഞാൻ പുല്ല് വരുമ്പോൾ ഇങ്ങനെ ഓരോ കുറച്ച് പറിച്ച് ഇങ്ങനെ അടിപൊളിയാക്കിയതാണ്. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ചെയ്യാറ്. അപ്പോൾ ഞാനത് ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലാക്കി തോന്നി. അപ്പോൾ ഗൈസിനെ കണ്ടോ, അടിപൊളി ചീരയാണ് ഗൈസ്. ഇതിന്ന് 3-4 വട്ടം നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം എന്നാൽ അങ്ങനത്തെ ഒരു വ്ളോഗ്, ചീരപ്പേരി ഉണ്ടാക്കുന്ന വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിനെനിക്ക് പറ്റിയിട്ടില്ല. ഇനി ഗൈസ് ഇതുണ്ട് നല്ല വളരട്ടെ. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അടിപൊളി ടേസ്റ്റ് കേട്ടോ ഗൈസ്. കാരണം നമ്മളെ വീട്ടിലുണ്ടാക്കണ തന്നെ ഉണ്ടായതായി ചീര. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും നട്ട് കഴിഞ്ഞ് നമ്മളതിന്ന് ഒരു പിന്നെ കെമിക്കലും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഭയങ്കരമാണോ. ഞാൻ തന്നെ കുറേ നേരം ഇരുന്നിട്ട് ഈ വൃത്തി ആസ്വദിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് തോന്നും, ആദ്യമൊക്കെ ഞാൻ ഇവിടെ വൃത്തിയാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒക്കെ പുല്ലിങ്ങനെ ഇരുന്ന് പറിക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് പുല്ലിങ്ങ് വിളയുമ്പോൾ തന്നെ എനിക്ക് അത് വൃത്തിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഗൈസ് ഇത് അടിപൊളിയായിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയിട്ട് ഇതിനൊക്കെ ഒന്ന് നടന്നു നോക്കണം. ഇപ്പം നിങ്ങളുടെ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കി നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ആ വൃത്തിയാക്കി ഇതൊന്ന് നോക്കി നോക്കൂ. നമുക്ക് മനസ്സിൽ എന്തോ ഒരു സന്തോഷം വരും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പടുകൂട്ടാൻ വെച്ചാലോ. അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ ഒരു ഓമക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുറി കപ്പ, അതുപോലെ തന്നെ ചേമ്പും തണ്ട്, ചൗളിക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള പടുകൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക, അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വിധത്തിൽ വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് 2 വിസിൽ ആവശ്യമാണ് ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ 4 മുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഗൈസ് 2 വിസിലാണ് ഇത് വേവാടുത്തത്. അപ്പോൾ നല്ലോണം വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട, തേങ്ങ അരച്ചതും ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.